നമസ്കാരം. ഇടിവെട്ട് സെഞ്ചുറിയോടെ രോഹിത് ശർമ്മ കളം നിറഞ്ഞ് ആടിയത് കണ്ട് ആരാധകർ ത്രില്ലടിച്ചു നിൽക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് രോഹിത്തിന്റെ സെഞ്ചുറിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹിറ്റ്മാന്റെ ഗംഭീര തിരിച്ചുവരവ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യയുടെ പ്രതീക്ഷകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ നേരിയ വിക്കറ്റിന്റെ ജയത്തോടെ ഏകദിന പരമ്പരയിൽ 2-0 അപരാജിത ലീഡും ഇന്ത്യ കൈക്കലാക്കിയിട്ടുണ്ട്. അവസാന മത്സരം ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കും. 305 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് നൽകിയത്. രോഹിത്തിന്റെ സെഞ്ചുറിക്കൊപ്പം ശുഭ്മാൻ ഗില്ലിന്റെയും ശ്രേയസ് അയ്യറിന്റെയും അക്ഷർ പട്ടേലിന്റെയും ഇന്നിംഗ്സും ഇന്ത്യക്ക് നിർണായകമായി മാറുകയായിരുന്നു. 4 വിക്കറ്റുകൾ ശേഷിക്കെ 44.3 ഓവറിൽ തന്നെ ഇന്ത്യ വിജയത്തിലേക്ക് എത്തി. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നേട്ടം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യയുടെ ആത്മവിശ്വാസവും വാനോളം ഉയർത്തുമെന്ന് ഉറപ്പാണ്. ബാറ്റിംഗ് കരുത്തിലാണ് ഇംഗ്ലണ്ടിനെ രണ്ടാം അംഗത്തിൽ ഇന്ത്യ തകർത്തെറിഞ്ഞത്. 305 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നതിനാൽ തന്നെ മികച്ചൊരു തുടക്കം മത്സരത്തിൽ ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു. രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ ജോഡി ടീമിന് ആഗ്രഹിച്ചത് തന്നെ നൽകുകയും ചെയ്തു. ആദ്യ വിക്കറ്റിൽ 136 റൺസാണ് രോഹിത് ഗിൽ ജോഡി വാരിക്കൂട്ടിയത്. വെറും 16.4 ഓവറുകളിൽ നിന്നായിരുന്നു ഇത്. ഇത്രയും മികച്ച തുടക്കം ലഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ വിജയം ഉറപ്പായിരുന്നു. ഗില്ല് മടങ്ങിയെങ്കിലും രോഹിത് തന്നെ വെടിക്കെട്ട് തുടർന്നു. 52 പന്തിൽ 9 ഫോറും 1 സിക്സും അടക്കം 60 റൺസ് എടുത്ത ഗില്ലിനെ ജാമി ഓവർട്ടൺ ബൗൾഡാക്കുകയായിരുന്നു. വ്യക്തിഗത സ്കോർ 96 നിൽക്കെ സിക്സർ പറത്തിയാണ് അദ്ദേഹം 32 ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയത്. 119 റൺസ് അടിച്ചെടുത്താണ് ഹിറ്റ്മാൻ തന്റെ വിക്കറ്റ് കൈവിട്ടത്. 90 പന്തുകളിൽ നിന്നായിരുന്നു ഇത്. 12 ഫോറും 7 സിക്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടീമിലേക്ക് മടങ്ങിയെത്തിയ വിരാട് കോഹ്ലി ഫ്ലോപ്പായെങ്കിലും ശ്രേയസ് അയ്യരും അക്ഷർ പട്ടേലും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടരെ രണ്ടാമത്തെ കളിയിലും ടോസിന് ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒരു ബോൾ ബാക്കി നിൽക്കെ 304 റൺസ് എന്ന ജയിക്കാവുന്ന ടോട്ടൽ ഇംഗ്ലണ്ട് പടുത്തുയർത്തുകയും ചെയ്തു. ജോ റൂട്ട്, ബെൻ ഡക്കറ്റ് എന്നിവരുടെ 50+ സ്കോറുകളാണ് ഇംഗ്ലണ്ടിനെ 300 കടക്കാൻ സഹായിച്ചത്. 72 പന്തുകൾ നേരിട്ട റൂട്ട് 6 ഫോറുകൾ അടിച്ചപ്പോൾ ഡക്കറ്റ് 56 പന്തുകളിൽ നിന്ന് 10 ഫോറുകളും നേടി. ലിയാം ലിവിങ്സ്റ്റൺ, ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ, ഹാരി ബ്രൂക്ക്, ഫിൽ സോൾട്ട് എന്നിവരും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ മികച്ച സംഭാവനകൾ നൽകി. ഓപ്പണിംഗ് വിക്കറ്റിൽ സോൾട്ട് ഡക്കറ്റ് ജോഡി 81 റൺസ് അടിച്ചെടുത്തിരുന്നു. 20 റൺസിന്റെ വ്യത്യാസത്തിൽ 2 ഓപ്പണർമാരും പുറത്തായെങ്കിലും മൂന്നാം വിക്കറ്റിൽ റൂട്ട് ബ്രൂക്ക് ജോഡി 50+ സ്കോർ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഇംഗ്ലണ്ട് പിടിമുറുക്കുകയും ചെയ്തു. ഇന്ത്യൻ ബോളർമാരിൽ മികച്ചു നിന്നത് രവീന്ദ്ര ജഡേജയാണ്. 3 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ 2 മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. വിരാട് കോഹ്ലി പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സ്ഥാനം നഷ്ടമായത് യശസ്വി ജയ്സ്വാളിനാണ്. കുൽദീപ് യാദവിന് വിശ്രമം നൽകിയ ഇന്ത്യ പകരം വരുൺ ചക്രവർത്തിയെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വരുണിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. മറുഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് 11ൽ 3 മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മാർക്ക് വുഡ്, ഗസ് അറ്റ്കിൻസൺ, ജാമി ഓവർട്ടൺ എന്നിവരാണ് 11ൽ ഇടം നേടിയത്. എന്തായാലും ഈ രോഹിത് ശർമ്മയുടെ ഒരു പ്രകടനം തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയത്. നാനാ ഭാഗത്ത് നിന്നാണ് രോഹിത്തിനെതിരെ വിമർശന സ്വരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതിനെല്ലാം കാറ്റിൽ പാർത്തിയ രീതിയിലായിരുന്നു രോഹിത്തിന്റെ പ്രകടനം. എന്തായാലും ഈ ഒരു സെഞ്ചുറിയോടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയും നിറമങ്ങിയ ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ ഇനിയുള്ള ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് ഫോം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ വിരാട് കോഹ്ലി മാത്രം ഇനി പഴികൾ കേൾക്കേണ്ടി വരും. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ സെഞ്ചുറി മാത്രം മതിയാകും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഊർജ്ജമായി. പക്ഷെ വിരാട് കോഹ്ലിയുടെ കാര്യം അങ്ങനെയല്ല. ഇനിയും രഞ്ജി ട്രോഫിയിലും മങ്ങിയ വിരാട് കോഹ്ലി ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലും നിറമങ്ങിക്കൊണ്ടിരിക്കുകയെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിരാട് കോഹ്ലിയിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.